എന്തോന്ന് ചെയ്യാൻ പോണ? ചമ്മന്തി അരയ്ക്കാൻ. ചമ്മന്തിയാ? എന്ത് ചമ്മന്തിയും പയർ തോരനും. അപ്പം ഞാൻ വിചാരിച്ച് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഇവിടെ വന്നതാണ്. അപ്പം ചമ്മന്തിയും പയർ തോരനും വെക്കുന്നു. എൻ്റെ കോലം കൊള്ളത്തില്ല, പനി വന്ന് ഞാൻ ആകെ പോയി. ഞാൻ എൻ്റെ കോലം ഒന്ന് മാറ്റട്ടെ. പയർ ഉണ്ടായിരുന്ന വൻപയറാണോ വാങ്ങിച്ചേ? വൻപയറാ? അല്ല, ഇന്ന് ചെറുപയർ വാങ്ങിച്ചാ? അയ്യോ, ഞാൻ ചെറുപയറാണ് പറഞ്ഞത്. കൊള്ളാവോ എൻ്റെ കോലം? കൊള്ളത്തിലല്ലേ? അപ്പോൾ ഒരു വീഡിയോ എടുക്കാം, പയർ തോരൻ ചമ്മന്തി ഉണ്ടാക്കുന്നത്. ഞാൻ വിചാരിച്ചിരുന്നു വൈകിട്ടൊരു വീഡിയോ എടുക്കാമെന്ന്. നമ്മളിന്ന് ഉച്ചയ്ക്കൊന്നും അടുക്കള ഓപ്പൺ ചെയ്തില്ല, എന്ന് വെച്ചാൽ കറികളൊന്നും വെച്ചില്ല. വൈകിട്ടാവട്ടെ എന്ന് വിചാരിച്ച്. വൈകിട്ടായി. അപ്പോൾ ഇനി വൈകിട്ട് നമ്മൾ ചെയ്യുന്നതൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് എന്നിട്ട് വന്നേണ്. ഞാനാണെങ്കിൽ മുടിയൊന്നും കെട്ടിയില്ല, കുളിച്ച് ഒട്ടും വയ്യ. അപ്പോൾ ഞാൻ ഇങ്ങനെ കിടക്കുകയായിരുന്നു. എന്നിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ വന്നതാണ്. അപ്പം നമുക്ക് പയർ തോരനൊക്കെ വയ്ക്കുന്നത് കാണാം കേട്ടോ. ചമ്മന്തിക്ക് ചെറിയ ഉള്ളി വെളിച്ചേണേ. അപ്പം എന്തൊക്കെ ചേർക്കുമെന്ന് ഇപ്പം കാണിച്ചു തരാം. അപ്പം ഈ പനി വന്ന കോലമാണ്. പനി വന്ന് ഇങ്ങോട്ട് നോക്ക്. പനി വന്ന തളർത്തെന്ന് വെച്ചാൽ ആഹാരം കഴിക്കാത്തതുകൊണ്ട്. എന്തൊക്കെ ആഹാരം കഴിക്കും? നിൽക്കുന്ന വീഡിയോയിൽ തന്നെ ഒരു ആഹാരവും കഴിക്കത്തില്ല. ഐസ്ക്രീം കൊടുക്കുമെങ്കിൽ കഴിക്കും, അല്ലാതെ വേറെ ഒന്നും കഴിക്കില്ല. തേങ്ങ, വറ്റൽമുളക്, ഉള്ളി, പുളി, ഉപ്പ് ഇത്രയും കൂടെ വെച്ച് അരച്ചെടുക്കും. ചമ്മന്തി അരച്ചോണ്ടോ? അമ്മച്ചി അവിടെ ചമ്മന്തി അരക്കട്ടെ. എല്ലാവരുടെയും കോലം ഇതാണ്. പനി പിടിച്ചിട്ട് മാറി വരുന്നതിൻ്റെതാണ് കേട്ടോ. അതുപോലെ എനിക്ക് വയ്യ, സുഖമില്ല. അപ്പോൾ പറയാതിരിക്കുന്നതെന്ന് വെച്ചാൽ നൈമിത്ര തുടങ്ങിയ ഒരു കഥയാണ്. തുടങ്ങാനുണ്ടായ കഥകളും അതൊക്കെ പിന്നെ ഇന്ന് പറയുന്നത് ആദ്യമായിട്ട് നൈമിത്ര ചെയ്തത്. നമ്മൾ നൈമിത്ര ചെയ്യാൻ തുടങ്ങിയത് നമ്മുടെ ഈ അമ്മച്ചിയുടെ സ്വന്തം വീട്ടിൽ, എന്ന് വെച്ചാൽ നമ്മളെ വീട്ടിൽ. നമ്മൾ താമസിച്ചിരുന്ന വീടെന്ന് പറയുന്നത് മുത്താന, ചാവർകോട് എന്ന് പറയുന്ന സ്ഥലം കഴിഞ്ഞിട്ട് മുത്താന RKM UPS എന്ന് പറയുന്നൊരു സ്കൂളുണ്ട്. അപ്പോൾ ആ സ്കൂളിൻ്റെ അടുത്തൊരു കുളമുണ്ട്. ആ കുളത്തിൻ്റെ അടുത്തൊരു വീട്, കുഴിയിലൊരു വീടായിരുന്നു കേട്ടോ. ആ വീട്ടിൽ ഈ വലിയ കുഴിയിൽ നിന്ന് എനിക്ക് റോട്ടിൽ പോകാൻ പറ്റാത്തത് കൊണ്ട് ആ വീട് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ 2 വർഷം കൂടുമ്പോഴൊക്കെയാണ് ഒരു ദിവസം റോട്ടിലൊക്കെ പോകണം, എവിടെയെങ്കിലുമൊക്കെ പോകണം. അപ്പം അങ്ങനെ ആ വീട് കൊടുത്തിട്ട് എൻ്റെ അമ്മച്ചിയുടെ അമ്മേരെ കുടുംബസ്ഥലത്ത് പോയി, അമ്മാച്ചിയുടെ കുടുംബസ്ഥലത്ത് പോയി ഒരു 6 സെൻറ്റും വീടും വാങ്ങി. എന്നിട്ട് അതിൽ നമ്മൾ അന്ന് വീൽ ചെയർ ഓടി എല്ലായിടത്തും പോകാൻ വേണ്ടി സ്റ്റെപ്പൊന്നും ഇല്ലാതെ ആക്കി ഒരു റൂം ഫ്രണ്ട് വാർത്ത്, ബാത്റൂം കെട്ടി. അപ്പോൾ എനിക്ക് അന്ന് ഞാനൊരു പൊട്ടബുദ്ധിയായിരുന്നു. വീൽ ചെയറിൽ ഇരുന്നുകൊണ്ട് എനിക്ക് എല്ലാം ചെയ്യാൻ പറ്റുമെന്നും പറഞ്ഞ് അറിഞ്ഞോ, ചെയ്യാൻ പറ്റുമെന്നും പറഞ്ഞ് ഞാൻ എന്ത് ചെയ്തതറിയാവോ? ഞാൻ അങ്ങനെ ഒരു പൊട്ടബുദ്ധി കാണിച്ച് ചെറിയ ബാത്റൂം ഉണ്ടാക്കി. അപ്പോൾ എനിക്ക് ഇറങ്ങാൻ പറ്റുമായിരുന്നില്ല. ബാക്കി കഥ ഉടനെ പറയാം കേട്ടോ. അരച്ചാ നോക്കട്ടെ, അരച്ചോട്ടൊന്ന്. ചമ്മന്തിക്കൊരു വെട്ടമില്ല. ചമ്മന്തി അരച്ച് വെച്ചു. ഇനി അടുത്തത് എന്താ മോണ്? ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ എന്തോന്ന് ചെയ്ത് നമുക്ക് അച്ചാറല്ലല്ലോ, ബാത്റൂം ചെറിയ റൂമായിരുന്നു. എന്നിട്ട് അതിനകത്ത് വീൽ ചെയർ കയറി നിൽക്കുമെന്നേ ഉള്ളൂ. കറങ്ങാനോ ഇരിക്കാനോ കുളിക്കാൻ ഒരു സാധനമൊക്കെ ഉണ്ടായിട്ട് അതൊന്നും എനിക്കൊരു ബുദ്ധിയില്ലായിരുന്നു അന്ന്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഭയങ്കര വിഷമമായി. ഞാൻ ട്യൂഷൻ എടുത്ത് ഒക്കെ പഠിപ്പിച്ച് വെച്ച് ഉണ്ടാക്കിയതായിരുന്നു അത്. അങ്ങനെ അതൊക്കെ പോയി. അങ്ങനെ പിന്നെ തറയിലൊക്കെ ഇറങ്ങി കുളിക്കുന്നത് ഭയങ്കര ഒരു പാടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഈ പാടായിരുന്നു. അമ്മച്ചിത് അവിടെ നിന്ന് കാണിക്കുന്നതൊക്കെ ഞാൻ എടുക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ പാടായിട്ടിരുന്ന് അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ അച്ചാറുണ്ടാക്കാൻ നോക്കിയത്. അച്ചാറുകളുണ്ടാക്കി 5 അച്ചാറുകളാണ് ഉണ്ടാക്കിയത് ആദ്യം. 5 അച്ചാറുകളെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകുമ്പോൾ 5 അച്ചാർ ഏതൊക്കെ ആയിരുന്നു? മാങ്ങ, നാരങ്ങ, വെളുത്തുള്ളി, നെല്ലിക്ക, ഇഞ്ചി.
ഇത്രയാണ് നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ആ 5 എണ്ണം ഉണ്ടാക്കി വെച്ചിട്ട് വെളുത്തുള്ളി മാങ്ങ നാരങ്ങ വെളുത്തുള്ളി ഇഞ്ചി നെല്ലിക്ക ഇത്ര ഉണ്ടാക്കി. അപ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ അന്ന് നമ്മുടെ വീട്ടിൽ നാരങ്ങയും മാങ്ങയൊക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഈ ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ചേച്ചി പറഞ്ഞ് ഇങ്ങനെയാണ് ഉണ്ടാക്കാനുള്ളത്, ദീദി അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, എന്തോന്നൊക്കെ എടുത്തത് അത് വെളുത്തുള്ളി ഇടൂലേ, ജീരകം, പച്ചമുളക്, മഞ്ഞപ്പൊടി, വെളുത്തുള്ളി ഇത്രയിട്ട് അരച്ചെടുക്കും തോരൻ കേട്ടോ. അങ്ങനെ അവർ പറഞ്ഞ് പച്ചവെള്ളത്തിൽ നിന്നും തൊട്ടെടുക്കരുതെന്ന്. അപ്പം നമ്മൾ ശാസ്ത്രീയമായി പഠിച്ചിട്ടൊന്നുമില്ലായിരുന്നു. നമ്മളിതിൽ ഇത് പച്ചവെള്ളം ഒക്കെ ആദ്യമൊക്കെ അറിയാതെയൊക്കെ തൊട്ടിട്ടൊക്കെ ഉണ്ട്. ആദ്യം സൂക്ഷ്മമായിട്ടൊക്കെ ചെയ്ത് പിന്നെയാണ് നമ്മൾ പഠിച്ച് വന്നത് കേട്ടോ. അതിൽ നമ്മൾ നോൺ വെജ് അച്ചാറുണ്ടാക്കിയ കഥ അടുത്ത വീഡിയോയിൽ പറയാം. ഇതെല്ലാം കൂടെ നീണ്ടു പോകുമ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇനി അമ്മച്ചി തോരൻ വയ്ക്കുന്ന കാണിക്കാൻ അരക്കെട്ട്. അപ്പോൾ പയർ തോരൻ വെക്കാൻ പോവുകയാണ്. പയറെന്ന് പറഞ്ഞാൽ ചെറുപയർ തോരൻ അല്ലേ? ചെറുപയർ നമ്മൾ ഒന്നും വെക്കുന്ന രീതിയല്ല കേട്ടോ. ഓക്കെ, പാത്രം ചൂടായപ്പം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടി എടുത്തേരുന്നത് ഉള്ളി കഴിയട്ടെ. വേവിച്ച് വെച്ചേക്കത്തെ പയർ കുക്കറിൽ വേവിച്ച് വെച്ചേക്കുന്ന പയർ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് വെക്കാം. ഒരു കിലോക്കണം അപ്പോൾ പയർ തോരൻ്റെ ഇത്യാദികൾ കഴിച്ചിട്ടുണ്ട്, തീർന്നു. പയർ വിസിൽ വേപ്പിക്കണം. ഇതുപോലെ കടുവ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തോരനുകളിൽ ഒന്ന്. മറ്റേ പയർ ഇഷ്ടമല്ല, ഈ പയറാണ് ഇഷ്ടം. ഈ പ്രോട്ടീൻ ആവട്ടെ എന്ന് കരുതി. ഓക്കെ, ഇനി അടുത്തത് എന്താണ് ചെയ്യാൻ പോകുന്നത്? മുട്ട പൊരിക്കണം. നിങ്ങൾക്ക് ജീവിതത്തിൽ ഉള്ള വലിയ ആഗ്രഹം എന്തോന്നായിരുന്നു? എനിക്ക് വലിയ ആഗ്രഹം സമാധാനത്തോടെ ജീവിക്കണം എന്നുള്ള ഒരൊറ്റ ആഗ്രഹം ഉണ്ടായിരുന്നു. അത് കിട്ടിയില്ലേ? അത് പോയി കിട്ടി. സമാധാനമില്ലേ? സമാധാനമില്ല. സമാധാനമില്ലാത്ത ജീവിതം നയിക്കുന്ന അമ്മച്ചി. കാരണം എന്താന്നമ്മ? കാരണം ആദ്യത്തത് നിനക്ക് വയ്യാതായത്, പിന്നെ ജീവിതത്തിന് അതിൽ നിന്ന് തകർച്ച തുടങ്ങി. അതിന് മുമ്പേ കൊത്തുനാളിൽ നല്ല കാലം ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് ചെയ്തിട്ടുണ്ടിരുന്ന എനിക്ക് അസുഖം വന്നതായിരുന്നു ഏറ്റവും വലിയ 3 വഴി. ഏറ്റവും വലിയ വേദന, ഏറ്റവും വലിയ വേദന അത് മാത്രമായിരുന്നു. പിന്നെ ജീവിതം പോയി കട്ടപ്പുകയായി. എന്നിട്ട് ഞാൻ ജീവിതത്തിൽ പോകണം. ശരി, കേട്ടല്ലോ. ഈ വീഡിയോ എൻഡ് ചെയ്യാൻ നേരത്ത് ഒരു അമ്മയുടെ രോദനം. തീയതി കുറച്ച് വെച്ചു. ഞാൻ പിടിച്ചേക്കുന്നതുകൊണ്ട് കാണുന്നില്ല. മുട്ട പൊരിച്ചെടുക്കേണ്ട മുട്ടയും പയർ തോരനും ചമ്മന്തിയും നാരങ്ങ അച്ചാർ. ഇവിടെ സ്റ്റഫിന് വേണ്ട നാരങ്ങ അച്ചിരിച്ചിട്ടോ. നാരങ്ങ അച്ചാറും കൊതിയാവുന്നു എനിക്ക്. ആഹാ, ഇപ്പം തിരിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ അല്ലേ? വേദന നിറഞ്ഞ ജീവിതത്തിൽ തന്നെ ഇനി മരണം വരെ. അത് ശരി, അങ്ങനെയൊന്നും പറയരുത്. നെഗറ്റീവ് പറയാടി. അങ്ങനെ ആവാനല്ലേ വഴിയുള്ളൂ. എല്ലാത്തിലും ഒരു പോസിറ്റീവ് കാണും. പോസിറ്റീവാണ് ഇത്ര നാൾ കണ്ടോണ്ടിരുന്നത്. ഇപ്പം പിന്നെ പോസിറ്റീവ് എല്ലാം പോയി. നിങ്ങൾ കേട്ടാ കൂട്ടുകാരെ, ഇതാണ് ഇവിടത്തെ ചർച്ച. വീട് ഉള്ളത് ഇല്ലാതായി. പിന്നെന്തേലും പോസിറ്റീവ്? നിങ്ങൾക്ക് വീടുണ്ടായിരുന്നോളൂ, എനിക്ക് വീടില്ലായിരുന്നു. നിനക്ക് വീടില്ല, എനിക്ക് വീടുണ്ടായിരുന്നല്ലേ. എൻ്റെ സ്വാതന്ത്ര്യത്തിലുള്ള വീടില്ലായിരുന്നു. അത് പറ. നിങ്ങൾ ഇവരെപ്പോഴും ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ
എൻ്റെ സ്വാതന്ത്ര്യം അത് പിന്നെ അവരിങ്ങനെ എനിക്ക് വേണ്ടി ഓരോ ജോലി എടുത്തുകൊണ്ടിരിക്കും. അങ്ങനെയല്ല, നമുക്കൊത്തിരി ടോയ്ലറ്റിൽ പോകണമെങ്കിൽ തന്നെ വീൽ ചെയർ അങ്ങോട്ട് നീക്കിക്കൊണ്ടുപോയി പടി കയറ്റണമെങ്കിൽ വാ 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 വാ, പടി ഇറക്കണമെങ്കിൽ വാ 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 വാ, ഇപ്പോൾ ടോയ്ലറ്റിൽ പോകണം. ഇതൊക്കെ തന്നെ ഞാൻ പലതരത്തിലും ഞാൻ ബുദ്ധിമുട്ട് അനുഭവിച്ചു. നമ്മുടെ ശാരീരിക അസ്വസ്ഥതകൾ കൂടുതലുള്ള ചില മാസങ്ങളിലെ ദിവസങ്ങളിൽ നമുക്ക് ടോയ്ലറ്റിലൊക്കെ പോകാൻ നേരത്ത് ഇങ്ങനെ പലവട്ടം വിളിക്കേണ്ടി വരും. അതൊക്കെ മനസ്സിലാക്കണം കേട്ടാ. മനസ്സിലാക്കി തന്നെ ജീവിക്കുന്നു. അപ്പം പിന്നെ അമ്മച്ചി ഏറ്റവും ചെറിയ ജീവിതമാണ് പറയുന്നത്. പണ്ട് അമ്മച്ചി ഓല കെട്ടിയ കൊച്ചു വീട് മതി ആയിരുന്നു. ഇങ്ങനെ വെറും സിമ്പിൾ ഗേൾ. സിമ്പിൾ ഗേൾ ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തൊക്കെയാണ്? പയറ് തോരൻ, ചമ്മന്തി, മുട്ട പൊരിച്ചത്, നാരങ്ങാച്ചാറുണ്ട്. പിന്നെന്തോന്നുണ്ടല്ലേ? പിന്നെ എന്തായാലും ഇത്രയുള്ള അത്രയും പോരെ? ഇത്രയും മതിയാക്കളെ. ആൾക്കാർ അല്ലെങ്കിൽ തന്നെ ആഡംബരം എന്നാണ് പറയുന്നത്. ഇത്രയൊക്കെ മതി. ഓക്കെ, അപ്പോൾ ഇത് നാളെ മറ്റൊരു വീഡിയോയുമായി വരാം. ഓക്കെ 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 ബൈ. അപ്പോൾ ദേ വിളമ്പുകയാണ്. അത്താഴം ചോറാക്കുന്നത് ഞങ്ങൾക്ക് പതിവേ ഇല്ല. ഉച്ചയ്ക്ക് മാത്രമാണ് ചോറ് കഴിക്കുന്നത്. ഇന്ന് അത്താഴം ചോറാക്കി. ഞങ്ങളുടെ സ്റ്റഫ്ഡ് ലെമണാണ് കേട്ടോ. ഈ ചമ്മന്തിയും ഈ നാരങ്ങാച്ചാറും പയറ് തോരനും മുട്ടയും നൊസ്റ്റാൾജിയ ഫീൽ വരുന്നുണ്ടോ ആർക്കെങ്കിലും? അത്രയ്ക്കും ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് റൈസ് ഉച്ചയ്ക്ക് കഴിക്കാത്തത് കൊണ്ട് നമ്മൾ ചോറാക്കിയതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ആയിരുന്നു കാര്യം. നമ്മുടെ സ്റ്റഫ്ഡ് ലെമണാണ്. സ്റ്റഫ്ഡ് ലെമൺ ഇത് നിറയെ മസാലയൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന നാരങ്ങാച്ചാറ്. അതും ഇളക്കി മുട്ടയും ചമ്മന്തിയും പയറും കൂടെ ഇങ്ങനെ ഇളക്കി ഇങ്ങനെ എടുത്ത് ഉരുട്ടി ഒരുണ്ടയാക്കി വാരി തരുന്നത്. അയ്യോ, എൻ്റെ ചേച്ചി ആയിരിക്കണം. അവളാണെങ്കിൽ ഒരു ഉരുട്ടിക്ക് തരും. വലിയ ഉണ്ടയാണ്. അപ്പോൾ ഈ രുചി പൊളി മതി.